On Monday, the UK and EU held a much-anticipated joint summit, with Keir Starmer hosting the European Commission President Ursula von der Leyen, European Council President Antonio Costa, and the EU's top diplomat Kaja Kallas in London. Despite some 11th-hour negotiations on Sunday evening, on Monday the two sides announced both a new UK-EU security and defence partnership, as well as a number of other side deals. കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ബ്രിട്ടനിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട 2 വർഷങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ UK വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം മോശപ്പെട്ട 2 വർഷങ്ങളാണ് ഈ 2024-2025. 2024 ജൂലൈ മാസത്തിലാണ് ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത്. ഒരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാരാണ് അന്നത്തെ ഇലക്ഷനിൽ ലേബർ സർക്കാരിന് വേണ്ടി അവരുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി വോട്ടുകൾ ചെയ്ത് അവരെ വിജയിപ്പിച്ചത്. പക്ഷേ നമുക്കതൊരു വലിയ തിരിച്ചടിയായി നമ്മളിപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് സ്റ്റുഡൻറ്റ് വിസയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതും അതുപോലെ തന്നെ കെയറർ വിസയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കുകയും ചെയ്ത്. അതിനുശേഷം UK വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കെയറർ വിസകളിൽ ഇപ്പോഴ് വലിയ കുറവാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ആരും തന്നെ ഇപ്പോഴും കെയർ വിസയിൽ UK വരുന്നില്ല എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും വലിയ സ്ഫോടനാത്മകമായിട്ട് കേട്ട ആ ഒരു വൈറ്റ് പേപ്പർ വെളിയിൽ വന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി കെയർ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കി, അതേപോലെ തന്നെ പെർമനൻ്റ് റെസിഡൻസ് ഇനി 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാൻ പോകുന്നു എന്നുള്ള 2 കാര്യങ്ങളാണ് നമ്മളെ കൂടുതൽ അലട്ടുന്നത്. പക്ഷേ ഇത് നിയമമായിട്ടില്ല. നിയമമാകണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോഴത്തെ സമയമെടുക്കും. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നു. അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK വേർപിരിഞ്ഞത് 2020 ജനുവരി 31-നാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണാണ് ബ്രെക്സിറ്റ് ഡീൽ സൈൻ ചെയ്തത്. 2016 നവംബർ 23-നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ഇവിടെ ഒരു റഫറൻഡം നടത്തുകയും UK കൂടുതൽ ആൾക്കാർ മജോറിറ്റി വോട്ടിൽ ഈ ഒരു റഫറൻഡത്തിലേക്ക് പോവുകയും കൂടുതൽ ആൾക്കാരും ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങണമെന്ന് വോട്ട് ഇടുകയും ചെയ്തു. ജനുവരി 1, 2020 മുതൽ ഡിസംബർ 31, 2020 വരെ ഇതിലൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്കറിയാം ഈ ഒരു ബ്രെക്സിറ്റിൻ്റെ സമയവും അല്ലെങ്കിൽ ബ്രെക്സിറ്റ് കഴിഞ്ഞുള്ള സമയവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് UK എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഒരു 2020 മുമ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ കാർ വാഷുകൾ, നഴ്സിംഗ് ഹോമുകൾ, അതേപോലെ തന്നെ ഇവിടുത്തെ ഫാക്ടറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ യൂറോപ്പിൽ നിന്ന് വന്ന, പ്രത്യേകിച്ച് പോളണ്ട്, റുമേനിയ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ പല ആൾക്കാർക്കും ഇംഗ്ലീഷ് ABCD അറിയത്തില്ല. അത് ഇംഗ്ലീഷ് ഇവർക്ക് സംസാരിക്കാൻ ഇവിടെ എത്ര വർഷം ഇനി പോളിഷുകാരോട് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് നല്ല രീതിയിൽ ഇന്ത്യക്കാർ സംസാരിക്കുന്ന രീതിയിൽ പോലും അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾ UK വന്നിട്ടുണ്ടോ അവർക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയും. ഫ്ലുവൻ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനുള്ള കഴിവുള്ളവരാണ് ഇന്ത്യക്കാർ. ഇപ്പം നമ്മൾ പുതിയതായിട്ട് കേട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് പോലും ഇംഗ്ലീഷ് ലെവൽ A1 വേണമെന്നാണ്. അതായത് A1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പേര് തിരിച്ച് പറയാനും എവിടെ നിന്നാണ് നീ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാനും നമ്മുടെ ഇന്ത്യക്കാരിൽ എനിക്കൊന്നൊരു 99% ആൾക്കാർക്കും കഴിയും എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കെയർ സ്റ്റാമറും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്ന് പുതിയൊരു വ്യാപാര കരാറിൽ ഇപ്പോഴും ഒപ്പുവെക്കാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. നമുക്കറിയാം ഇന്ത്യയുമായിട്ടും US-ഉമായിട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ ഫൈനലി ഇപ്പോഴവരെ ചർച്ചകൾ നടത്തി ഈ ഒരു വ്യാപാര ഡീലുകളൊക്കെ കരാറുകളൊക്കെ ഉറപ്പിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ UK നിന്ന് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം അന്നത്തെ നമ്മുടെ ഹോം സെക്രട്ടറി ആയിരുന്ന പ്രീതി പട്ടേലൊക്കെ ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കും. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് 2020 ഈ ഒരു ബ്രെക്സിറ്റ് ഡീല് സൈൻ ചെയ്ത് അതിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോയിട്ട് യൂറോപ്യൻ യൂണിയനുള്ള ആൾക്കാർക്ക് ഇനിയും UK വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ടാണ് പുതിയ ഈ ഒരു വ്യാപാര ഉടമ്പടിയിൽ കൂടി ഇപ്പോഴും നടക്കാനായിട്ട് വന്നത്. 2040 ആകുമ്പോഴേക്കും ഏകദേശം ഒരു $9 ബില്യൺ
ഡോളറിൻ്റെ വ്യാപാരം നടത്തുമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുമായിട്ടൊക്കെ വ്യാപാര കരാറൊക്കെ ഒപ്പുവെച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഏകദേശം ഒരു 4.8 ബില്യൺ പൗണ്ടിൻ്റെ വ്യാപാര കരാറാണ് ഇന്ത്യയുമായിട്ട് നടപ്പിക്കുന്നത്. അപ്പോൾ 2040 ആകുമ്പോഴേക്കും UK മുഖം മാറും. ഈ ഒരു അവസ്ഥയൊന്നും ആയിരിക്കത്തില്ല. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പൈസ കാണും. നമ്മളൊക്കെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ഈ സാധാരണക്കാരുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം വരുന്നതിന് വേണ്ടിയാണ് ഇതേപോലെയുള്ള ഡീലുകളിൽ ഇപ്പോഴേ കെയർ സ്റ്റാമർ, നമ്മളുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കെയർ സ്റ്റാമർ ഒപ്പുവെക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും ഇവിടേക്ക് ഒരു ഫ്രീ ആയിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് പോകും. നമുക്കറിയാം ഇന്ത്യക്കാരും ഒരു വർഷം ഏകദേശം ഒരു 3000 പോലുള്ള യങ് ടാലൻസ്, ഏകദേശം ഒരു 18-30 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് UK വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇതേപോലെയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ UK വരാം. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക്, UK ആൾക്കാർക്ക് യൂറോപ്പിലേക്കും പോകാം. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UK ആൾക്കാർ യൂറോപ്പിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതോ പഠിക്കുന്നതോ അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നതോ ഒക്കെ ടൂറിസ്റ്റ് അല്ലാതെ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ്. നമ്മൾ UK അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷനാണ്. ഇനി ഇപ്പോഴേ ഇതിനകത്തിൽ കുറച്ച് ഇളവുകൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആൾക്കാർ ഇരച്ചു ചാടി UK വരും. പണ്ടത്തെ പോലെയൊക്കെ തന്നെ പോളിഷുകാരും അതുപോലെ തന്നെ റൊമേനിയക്കാരും അതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പല ആൾക്കാരും UK വന്ന് യഥേഷ്ടം വിഹരിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി ഇപ്പോഴേ UK വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നേരിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതും കെയറർ വിസയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതും. മാത്രമല്ല ഇപ്പോഴേ കെയറർ വിസ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തലാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ആൾക്കാരെ ഇനിയിപ്പോൾ UK കൊണ്ടുവരാനായിട്ട് പ്രധാനമന്ത്രി ഇപ്പോഴേ ഈ ഒരു പുതിയ ഡീൽ പ്രകാരം നടക്കാനായിട്ട് പോകുന്നു. മാത്രമല്ല ഒരു 12 വർഷത്തേക്ക് ഇനിയിപ്പോൾ UK സമുദ്രാതിർത്തി ഫിഷിംഗ് ഒക്കെ നടത്താനായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കപ്പലുകൾക്ക് അനുമതി നൽകാനായിട്ടും പോകുന്നു. ഈ ഒരു പുതിയ മത്സ്യബന്ധന കരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK തീരദേശ നിവാസികൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കൂടുതൽ ആൾക്കാർ റിഫോം പാർട്ടിക്ക് പിന്തുണയുമായിട്ട് പോകും. അടുത്ത ഇലക്ഷനിൽ ഇതേപോലൊക്കെ പോയി കഴിഞ്ഞാൽ റിഫോം പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വാർത്തകൾ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിഫോം പാർട്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്നു, ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട്. തൊട്ട് പുറകിൽ ഇപ്പോഴേ ലേബർ പാർട്ടിയും 4ാം സ്ഥാനത്താണ് കൺസർവേറ്റീവ് കക്ഷികളും ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു മുദ്രാവാക്യം കൂടി UK ഇപ്പോഴും ഉയരുന്നുണ്ട്. ബോറിസിനെ വിളിക്കൂ, ബ്രിട്ടനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമുക്കറിയാം ബോറിസ് ജോൺസന് ആ ഒരു കോവിഡിൻ്റെ സമയത്ത് ഒരു പാർട്ടി നടത്തിയ ആ ഒരു ചെറിയ പ്രശ്നത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് നമ്മുടെ ഋഷി സുനക് പ്രധാനമന്ത്രിയായിട്ട് വന്നത്. ഇപ്പോൾ UK ഉള്ള ഈ ഒരു കൺസർവേറ്റീവ് ടോറി കക്ഷികൾക്ക് മനസ്സിലായി ഇപ്പോഴത്തെ നമ്മളുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കെമി ബെൻഡോക്കിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കത്തില്ല. എങ്ങനെയെങ്കിലും ബോറിസ് ജോൺസനെ തിരിച്ചു കൊണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏറ്റവും താഴേലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴീ ഒരു ടോറികൾക്ക് UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇനിയിപ്പോഴേ ഈ ഒരു യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ ഈ ഒരു കരാറിലേക്ക് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം UK വരാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.